കൊല്ലത്ത് പാർക്കിങ്ങിനെ ചൊല്ലി കോടതി വളപ്പിൽ സംഘർഷമുണ്ടായ സംഭവത്തിൽ റിമാൻഡിലായവർക്ക് ഇടക്കാല ജാമ്യം. പള്ളിക്കൽ സ്വദേശി സിദ്ദിഖ്, കടയ്ക്കൽ സ്വദേശി ഷെമീന എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷമീർ, ഇപ്പോൾ കോടതി എങ്ങനെയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? എന്തെല്ലാം ഉപാധികളോടെയാണ് ജാമ്യം? സ്വാതി, അഭിഭാഷകരുമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം കോടതി വളപ്പിൽ ഉണ്ടായത്. അതും പാർക്കിങ്ങിനെ ചൊല്ലി. ഈ വണ്ടി പാർക്ക് ചെയ്ത അഭിഭാഷകനുമായി ഇവർ ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഷെമീനയും സിദ്ദീഖും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് അഭിഭാഷകനെ ആദ്യം അവർ തല്ലുന്നതുമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പിന്നീട് കൂട്ടമായി എത്തിയ അഭിഭാഷകർ തിരിച്ചും മർദ്ദിച്ചു. അങ്ങനെയുള്ള സംഭവമാണ്. അതിനുശേഷം ഇവരെ ഇത്തരത്തിൽ ഇരുഭാഗത്തിനെതിരെയും കേസെടുക്കുകയും ചെയ്തു. പക്ഷേ റിമാൻഡ് ചെയ്യപ്പെട്ട ശേഷം ഇവരുടെ വക്കാലത്തെടുക്കാൻ അഭിഭാഷകർ തയ്യാറായില്ല. സ്വാഭാവികമായും അഭിഭാഷകരുമായുള്ള തർക്കമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അഭിഭാഷകരൊന്നും തന്നെ ഇത്തരത്തിൽ വക്കാലത്തെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം തേടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ട് നൽകിയ അപേക്ഷയിൽ മേലാണ് മജിസ്ട്രേറ്റ് ഇത്തരത്തിലൊരു ഇടക്കാല ജാമ്യം ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഈ ജാമ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 7 ദിവസത്തിന് ശേഷം സ്ഥിരമായ ജാമ്യം ഇവർ എടുക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് അഭിഭാഷകരുടെ സഹായം ലഭിച്ചില്ല എന്നതിന് ബാർ അസോസിയേഷനും ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. അവർ പറയുന്നത് അഭിഭാഷകർ ആരും അവർക്ക് സഹായം നിഷേധിച്ചിട്ടില്ല. ഏത് അഭിഭാഷകന്റെ സഹായം വേണമെങ്കിലും അവർക്ക് ലഭിക്കുമെന്ന് ബാർ അസോസിയേഷനും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് നിഷേധിക്കുകയാണ്. പിന്നീട് മറ്റൊരു കാര്യം, ഈ അടിയേറ്റ ഷെമീന പറയുന്നത് അഭിഭാഷകർക്കെതിരെയും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പക്ഷേ അഭിഭാഷകർ ആരെയും, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ അഭിഭാഷകനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് എടുത്തിട്ട്. അതുപോലെ കണ്ടാലറിയാവുന്ന 2 അഭിഭാഷകർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അഭിഭാഷകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇടക്കാല ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. 7 ദിവസത്തിന് ശേഷം സ്ഥിരമായ ജാമ്യം ഇവർ എടുക്കേണ്ടി വരും. സ്വാതി.